ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായലും ചിരട്ടയും വെച്ചിട്ട് നമ്മൾ ചെറിയൊരു ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് 2 ചിരട്ട വേണം ആദ്യം തന്നെ. അതിനുശേഷം നമ്മൾ ഈ ചിരട്ടയുടെ ഒരു ചിരട്ടയുടെ മുകൾ ഭാഗത്ത് നമ്മൾ ചെറിയൊരു ഹോൾ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഹാക്സാ ബ്ലേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മളൊരു ഹോൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ചിരട്ടയുടെ ഹോൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാക്സാ ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ ചെറിയ ഒരു വട്ടം നമ്മൾ അതിനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ അടിഭാഗത്ത് നിന്ന് തട്ടിക്കഴിഞ്ഞാൽ ആ ചിരട്ടയുടെ നമ്മളാ മാർക്ക് ചെയ്ത ഭാഗമായിട്ട് നമുക്കത് വിട്ടു വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ചിരട്ടയുടെ അത് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എളുപ്പമുള്ള പരിപാടി തന്നെയാണ്. ഇതുപോലെ തന്നെ ഇതാണ് ഇങ്ങനെ ഇളകി വരും. അതിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ ഒരു ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി, അപ്പം തന്നെ ഇത് ഇളകി വീഴും. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചെളിയാണ്. ചെളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചുടുകട്ടയൊക്കെ ഉണ്ടാക്കത്തില്ലേ, ചുടുകട്ടയും പിന്നെ അതുപോലെ മൺകലമൊക്കെ ഉണ്ടാക്കുന്ന ചെളിയാണ് നമുക്ക് വേണ്ടത്. അതിന് തന്നെ അത് നമ്മൾ ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് കുഴയ്ക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചെറിയൊരു കട്ടി നമുക്ക് വേണം. വലിയ വെള്ളമായിട്ട് പോലെ ഒരു ചെറിയൊരു ക്ലേ രൂപത്തിൽ തന്നെ എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ചിരട്ട രണ്ടിലേക്ക് നമ്മളിത് ചേർത്ത് പിടിച്ചതിന് ശേഷം നമ്മുടെ കയ്യിൽ തന്നെ 2 ചിരട്ട മുറി ചേർത്ത് പിടിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ആ ചെളി അതിനകത്തോട്ട് നമ്മൾ വെച്ച് പിടിപ്പിക്കുക. നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ചെയ്തതിനകത്ത് തന്നെ ഇപ്പോൾ ഒരു ചെറിയൊരു ഫാൾട്ടായെന്ന് തോന്നുന്നു കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വെള്ളം ഇതിനകത്തോട്ട് നനയ്ക്കണം. ചിരട്ടയുടെ മുകൾ ഭാഗത്ത് നമ്മൾ കുറച്ച് വെള്ളം നനച്ചിട്ട് വേണം ഈ ചെളി പിടിപ്പിക്കുക, എന്നാലേ അതിനകത്തോട്ട് കറക്റ്റായിട്ട് സെറ്റായിട്ടിരിക്കത്തുള്ളൂ. അങ്ങനെ അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ ഇത് വെക്കുക, ചെളി അതിനകത്തോട്ട് തന്നെ പിടിപ്പിച്ച് വെക്കുക. പിടിപ്പിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഏകദേശം ഒരു ചെറിയൊരു പന്ത് രീതിയിൽ ഉണ്ടാക്കാനാണ്. ചെളി വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ചെറിയൊരു ബോൾ ആകൃതിയിൽ നമ്മളിത് ഉണ്ടാക്കി ഒരു ഷേപ്പിലാക്കി എടുക്കുക. കാര്യം ഞാനിത് ഉണ്ടാക്കിയതിന് വലിയ ഷേപ്പൊന്നും വന്നിട്ടില്ല. എന്നാലും ഇതേപോലെ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. ഇതേപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ നല്ല ബോൾ ഷേപ്പിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മളൊന്ന് ശ്രമിക്കുക, ഇതേപോലെ തന്നെ ഒന്ന് ബോൾ ഷേപ്പിലാക്കി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റോളം നമ്മളിതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പായൽ നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒന്ന് പിടിപ്പിച്ച് വെക്കുക. നമ്മൾ ചെറിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് വെക്കാനായിട്ട് എളുപ്പമാണ്. ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും വെക്കുക. വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ചെടിച്ചട്ടിയുടെ വർക്കുകളൊക്കെ ഇതോടെ കഴിയുമ്പോഴേക്കും ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആവാറായി. ഇത് നമുക്ക് വീട്ടിലൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിന് പ്രത്യേകിച്ച് പൈസ ചിലവൊന്നുമില്ല, ലോ കോസ്റ്റാണ്, ഒരു പൈസയുടെ പോലും ചിലവില്ല. നമ്മുടെ ഇപ്പോൾ വീട്ടിലൊക്കെ ഇപ്പം മഴക്കാലമായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കിട്ടുന്ന സാധനമാണ് ഈ പായലെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഉണ്ടാക്കാൻ നമുക്ക് വലിയ മുടക്കമൊന്നുമില്ല. ഇങ്ങനെ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ പായലെടുത്ത് വെക്കുക. പായലിൻ്റെ മുകളിലേക്ക് അവസാനം എടുത്ത് ഇങ്ങനെ പായലിങ്ങനെ പറ്റിപ്പിടിപ്പിച്ച് വെക്കുക. കണ്ടില്ലേ, അവസാനമായിട്ട് കണ്ടില്ലേ ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. നല്ല രസമാണ് ഇങ്ങനെ കാണാൻ. അതിനുശേഷം ഞാൻ കുറച്ച് ചാണകവും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിശ്രിതമാണ് നമ്മൾ ഇതിനകത്തോട്ട് ഞാനിപ്പോൾ ഇടുന്നത്. അതായത് ഇതിനകത്ത് നമ്മൾ ചെടി നട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മണ്ണ് ഇതിനകത്തോട്ട് ഇടുന്നത്. അതിനുശേഷം ഞാൻ ഒരു റോസയുടെ ഒരു ചെറിയൊരു തണ്ട് മുറിച്ചിട്ടാണ് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണുകൂടി ഞാൻ ഇട്ടു. കാര്യം എന്ന് പറഞ്ഞാൽ റോസ ആകുമ്പോഴേക്ക് നമുക്ക് അതിൻ്റെ തണ്ട് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ പോലും കുഴപ്പമില്ലാതെ തന്നെ കിളിച്ചോളും. അതുകൊണ്ടാണ് ഞാൻ റോസ ചെടി ഇങ്ങനെ വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വേരോട് കൂടി വേണം വെക്കാനേ.